ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ശാന്തേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയതാട്ടാ. അപ്പോൾ നമുക്ക് ഒരു ആമ്പൽ തൈ കിട്ടി കണ്ടോ. അപ്പോൾ ശാന്തേച്ചിയുടെ വീട്ടിലുണ്ട് ഫുള്ള് ആമ്പൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഡബ്ബ മുഴുവൻ ഫുള്ള് ആമ്പൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു തൈ അങ്ങോട്ട് വാങ്ങിച്ച്. അപ്പോൾ നമുക്ക് ഇന്ന് ആമ്പൽ നടാട്ടാ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് കുറച്ച് ചാണപ്പൊടി വേണം, പിന്നെ നമ്മൾ പാടത്തു നിന്നൊക്കെ ഇട്ട ചെളിമണ്ണ്, കുറച്ച് മണൽ, പിന്നെ കുറച്ച് എല്ലുപൊടി, ഇത്രയേ വേണ്ടോ കേട്ടോ. വീട്ടിൽ പണ്ട് ഗപ്പി വളർത്തിയിരുന്ന ചട്ടിയാണത് കേട്ടോ. അടിവളമായിട്ട് നമുക്ക് കുറച്ച് ചാണപ്പൊടി ആദ്യം ഇടാം. പാടത്ത് നിർത്തുകൊണ്ട് വന്ന ചെളിമണ്ണാട്ടാ. ഇനി കുറച്ച് സാധാരണ മണ്ണിടാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി. ഇനി ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആമ്പൽച്ചെടി എടുക്കാം. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കൂ വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അപ്പോൾ ദാ ആമ്പലെടുത്ത് ഈ ചെളിയിലേക്ക് അങ്ങോട്ട് താത്തി വെച്ചുട്ടാ. ഇത്രയേ ഉള്ളൂ പരിപാടി. മാവ് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ, ഇന്നും കാലമായില്ലേ പെണ്ണെ കൈപിടിച്ചിടാ. ഇത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ആമ്പലില് അതിൻ്റെ ഇലയുടെ മുകളിലാണ് കേട്ടോ വേരും അതുപോലെ പുതിയ മുളയൊക്കെ വരുന്നത് കണ്ടോ. ഇതാ സെൻറ്ററിൽ കാണുന്നത് വേര് പിടിക്കുന്നതാ, പുതിയ ചെടി ഉണ്ടാവുന്നതാണ് കണ്ട. നമുക്കത് വന്ന് വേരൊക്കെ ആയി കഴിഞ്ഞാൽ അത് പറിച്ചെടുത്ത് വീണ്ടും കുഴിച്ചിടാം. ഇപ്പം ഞാനത് ജസ്റ്റ് വെള്ളത്തിൻ്റെ മുകളിൽ ഇടുന്നുള്ളൂ. അപ്പം ഇനി വെള്ളം നിറച്ചൊഴിക്കട്ടെ. അപ്പോൾ വെള്ളം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഗപ്പീനെ പിടിച്ചിടണം. ഗപ്പി കുഞ്ഞുങ്ങളിടുന്നത് കൊതുക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എല്ലുപൊടിയാണ് കേട്ടോ. ഒരു പിടി എല്ലുപൊടി എടുത്തിട്ട് ഒരു തുണിയിൽ കിഴി കെട്ടിയിട്ട് ആ മണ്ണിൽ ചേറുമണ്ണിൽ താഴ്ത്തി വെക്കുക. അത് നല്ലൊരു വളം കൂടിയിട്ടാണ് കേട്ടോ. കണ്ടോ ഇതുപോലെ കേട്ടോ. എന്നിട്ടത് ചെളിയിൽ അങ്ങോട്ട് താത്തി വെക്കുക. ഇനി ആ മുകളിൽ വേര് വളർന്നിട്ടുള്ള ഇലകളൊക്കെ ഞാൻ ആ വെള്ളത്തിൽ ജസ്റ്റ് മുക്കിയിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമ്പല് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ. അത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യണത്. അപ്പോൾ ചെയ്ത് നോക്കിയതാണെങ്കിൽ പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടി താമരമൊക്കെ ചെയ്യാം. ഇത് കൊതുക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഗപ്പി ഇടുന്നത്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. താമരയും ഇതുപോലെ തന്നെയാണ് നടാട്ടോ. അപ്പോൾ ചെറിയൊരു മുട്ട് മിണ്ട് തരുമ്പോൾ തന്നെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ തണ്ട് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് റെഡി ആവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മുടെ ആമ്പൽ നടുന്നത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ചെയ്ത് നോക്കാം കേട്ടോ.